ഇപ്പം നമ്മുടെ കട്ട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടകളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മുറ്റമൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ മുറ്റം ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുറ്റം ഈ കട്ട ഒരു 2.25 ഇഞ്ചാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, കനം വരുന്നത്. അപ്പോൾ നമുക്ക് നെറ്റിലൊരു 1 ഇഞ്ചെങ്കിലും ഏറ്റവും കുറവ് നമ്മൾ ഇടണം. കൂടുതലും കുഴപ്പമില്ല, ഒരു 2 ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പക്ഷെ നമ്മൾ 1 ഇഞ്ചാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുറ്റമൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുന്ന മുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് നെറ്റിലിടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പോർച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ചാണ് ഞാൻ താഴ്ച എടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ച് താഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് 1.25 ഇഞ്ച് നെറ്റിലിടാൻ നമ്മൾ അങ്ങനെ ഇടാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ചരടൊക്കെ കെട്ടി നമ്മൾ ഏകദേശം ലെവലൊക്കെ പിടിച്ചിട്ടുണ്ട്. വാട്ടർ ലെവലൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വിരിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനൊക്കെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കട്ടിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ബ്ലാക്ക്, അതുപോലെ ഒരു ബ്ലാക്ക്, ആഷ്, റെഡ്, ഞാൻ 3 കളറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഡിസൈൻ ഇടണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായത് കാരണം ഞാനൊരു 100 ബ്ലാക്ക്, ഒരു 20 ആഷ്, ഒരു 1200 റെഡ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഡിസൈനിൽ നമുക്ക് ഇടാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ ഇതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഡിസൈൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കളറ് സെലക്ട് ചെയ്യാം. അതിൻ്റെ തന്നെ ഡൈലൊക്കെ നമുക്ക് കളറായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വിരിച്ച് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏത് ഡിസൈൻ ആണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കട്ട് ഉണ്ടാക്കി വിരിച്ച് പോകാം. ഫസ്റ്റ് അറിയാത്തവരുണ്ട്, നമുക്കൊന്നും അറിയാണ്ടാണ് നമ്മൾ ഈ കട്ട വിരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് വിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിരിച്ച് ഏകദേശം പകുതിയോളം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു 2 ചരട് കെട്ടാം. ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ചരട് ഒരറ്റം മുതൽ ഒരറ്റം വരെ കെട്ടുക. അതിന് മുൻപായിട്ട് നമുക്ക് എത്ര സ്ലോപ്പ് വേണം എന്നുള്ളതൊക്കെ നോക്കണം. നമ്മൾ ഈ എഡ്ജ് വെച്ചിട്ട് നമ്മൾ എത്രയാണോ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇതിന് ഒരു സ്ലോപ്പ് നമുക്ക് 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ എത്രയാണ് സ്ലോപ്പ് കൊണ്ടുവരണം അത് ആദ്യം നമ്മൾ കണക്കൂട്ടിയിട്ട് ഒരു സ്ലോപ്പ് ഇടണം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ചാണ് സ്ലോപ്പ് ഇട്ടിരിക്കുന്നത്. 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ സ്ലോപ്പ് ഇടാം. നമുക്ക് ഒരുപാട് ഇപ്പോൾ എനിക്കിവിടെ അധികം വെള്ളമൊന്നും വീഴാത്ത കാരണം ഞാൻ അധികം സ്ലോപ്പ് ഇട്ടിട്ടില്ല. ഒരു 1.5 ഇഞ്ചോളം സ്ലോപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ആ 1.5 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിരിക്കുന്ന അതുവരെ ഒരു ചരട് എളുപ്പം അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല. അപ്പോൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ചരടൊന്നും കെട്ടാണ്ട് നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വിരിച്ച് പോകും. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഹൈറ്റ് കൂടും അല്ലെങ്കിൽ ഹൈറ്റ് കുറയും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഈ സ്ലോപ്പാണ് അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇട്ടതിന് ശേഷം 2 സൈഡിലും അങ്ങനെ സ്ലോപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡ് കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കെട്ടിയതിന് ശേഷം ഈ സ്ലോപ്പ്, അപ്പോൾ നമുക്ക് ഏകദേശം ചരടിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമിയുടെ ഒരു സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. വാട്ടർ ലെവലൊക്കെ എടുത്തിട്ടാണ് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ചരട്, ഈ ചരട് കണ്ടില്ല, ഇതുപോലൊരു ചരട് നമ്മൾ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കെട്ടുക. അപ്പോൾ ഈ സ്ലോപ്പ് ആ കെട്ടിയിരിക്കുന്ന സ്ലോപ്പിൻ്റെ വള്ളിയുടെ അടിയിൽ, അതായത് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു ചരട് അങ്ങോട്ട് വലിച്ച് കെട്ടുക. ഒരെണ്ണമല്ല 2 ചരട് വലിച്ച് കെട്ടുക. ഒരു കട്ട അളവിനനുസരിച്ചിട്ട് നമ്മൾ കെട്ടുക. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. ഈ ചരടിൻ്റെ അടിയിലാകുമ്പോൾ നമ്മൾ കെട്ടിയിരിക്കുന്ന ചരട് സ്ലോപ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കെട്ടുമ്പോൾ നമുക്ക് ആ സ്ലോപ്പ് കറക്റ്റായിട്ട് കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ബേബി മെറ്റലിട്ടിട്ട് ഈ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കട്ട ആദ്യം വെച്ച് തരണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കാതിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു വേണ്ടി സമയം കളയാറില്ല. ഞാൻ വല്ല രാത്രിയൊക്കെ വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ കട്ട വിരിക്കുന്നത്. പിന്നെ ആദ്യം നമുക്ക് എങ്ങനെയാവും എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങനെ വിരിക്കണം ഉള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് തുടങ്ങി.
അപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കട്ട കെട്ടിയതിന് ശേഷം നമ്മൾ ഓരോ കട്ടകൾ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഈ സൈഡ് നോക്കണം, 1 ഇഞ്ച് ഇങ്ങോട്ടും നമുക്ക് കിട്ടണം, അങ്ങോട്ടും കിട്ടണം. അപ്പോൾ 2 കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള കട്ടകൾ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അറിയാത്തവർ വിരിക്കുമ്പോൾ എപ്പോഴും ചിരട് കെട്ടിയിട്ട് വിരിക്കുക. എനിക്ക് പറഞ്ഞിട്ടല്ല, ഞാൻ ആദ്യമൊക്കെ വിരിക്കുമ്പോൾ ഇങ്ങനെ ചിരട് കെട്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് ചിരടിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറേയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഒരു വാരം കൊണ്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചിരട് കെട്ടിയിട്ട് ആ ചിരടിന് നേരിട്ട് ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ചിരട് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും. പൊന്തി ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി അങ്ങനെ ഈ ഒരു കട്ട എടുത്തിട്ട് അതുകൊണ്ടൊന്നും അങ്ങനെ മെഷീനിലേക്ക് വിട്ടാൽ മതി. അപ്പോൾ കറക്റ്റാവും. കട്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ കട്ട വരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം. കട്ട ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഓരോ കട്ടൻ്റെ മൂലവശം കട്ട് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് ഈ സൈഡ് വേറെ കട്ടയിൽ ജോയിൻ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും, കറക്റ്റ് ലെവലായിട്ട് വരും കേട്ടോ. അപ്പോൾ കട്ടവരി അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം. സൈഡൊക്കെ ഒന്ന് പരുക്കനും ഇതൊക്കെ ഒന്നിട്ട് കറക്റ്റ് ചെയ്യണം, ലെവൽ ചെയ്ത് കണ്ടീഷനാക്കണം. കട്ട പിരിച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പ്ലേറ്റ് കോമ്പാക്റ്റ് ഒന്ന് ഓടിക്കണം കേട്ടോ. കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് ഓടിക്കണം. അപ്പോൾ നന്നായിട്ട് സീറ്റിംഗ് ആയിട്ട് ഈ വല്ല പൊന്തി നിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ താന്ന് ഒറ്റ നിരപ്പായി കിട്ടും. അതുപോലെ ഇത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഒരു ഈ അരിച്ചാക്കോ എന്തെങ്കിലും ഇടുക, അതുപോലത്തെ ചാക്ക് ഇടുക. അതിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് അതിൻ്റെ അടിയിലായിട്ട് 1-2 ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലൊന്ന് ഇതേപോലെ എന്തുകൊണ്ടെങ്കിലും ഒന്ന് ഈ വള്ളിയിട്ട് ഒന്ന് കെട്ടി വെക്കണം കേട്ടോ. അതെന്തിനാണ് പറഞ്ഞാൽ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടയിൽ കൂടെ ഇത് ഓടി നടക്കും. ഫസ്റ്റൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഓടിക്കാനായിട്ട്. പിന്നീട് അതെന്താണ് പറഞ്ഞാൽ ഈ ഇങ്ങനെ പൊന്തിയും താന്നൊക്കെ നിൽക്കുന്ന കാരണമാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഒന്ന് ഓടിച്ച് സീറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അത് ഒഴുകി നടക്കും. അപ്പോൾ ഇത് ഓടിക്കാൻ ആരും വിട്ടുപോകരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓടിക്കുന്ന വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടയിൽ സൈഡിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ വണ്ടി കയറുന്ന ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വലിയ മെറ്റൽ തന്നെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പൊളിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ബേബി മെറ്റൽ ഇടണ്ട, കുറച്ചും കൂടി വലിയ മെറ്റൽ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ വണ്ടി കയറിയാൽ നമുക്ക് യാതൊരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ചെറിയ മെറ്റലാകുമ്പോൾ ഉറപ്പ് പിടുത്തം കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഭിത്തിയുടെ സൈഡൊക്കെ അങ്ങനെയുള്ള ഭിത്തിയുടെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ ബേബി മെറ്റൽ തന്നെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പുകളിൽ കയറി ചെല്ലാൻ നല്ലത് ബേബി മെറ്റലാണ്. അതുകൊണ്ട് ബേബി മെറ്റൽ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3/4 ഭാഗവും കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ
ചെറുതായിട്ടൊന്ന് പരുക്കൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വർക്കൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു പെയിൻറ്റിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.